മുരിങ്ങാച്ചപ്പ് വെച്ചിട്ടുള്ള കറിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ചപ്പാത്തിക്ക് കറി വെക്കാൻ വേണ്ടി നമുക്ക് മുരിങ്ങാച്ചപ്പ് ഒടിച്ചെടുക്കാം. ഇനി നമുക്ക് ചപ്പാത്തിക്ക് മുരിങ്ങാച്ചപ്പ് കറിയാണ്. ഇതുണ്ടോ? അപ്പോൾ ഇത് കുറച്ച് മുകളിലുണ്ട്, അത് നമുക്ക് പറിച്ചെടുക്കാം. കുറച്ച് മതി കേട്ടോ, ഉപ്പേരിൻ്റെ അത്രയൊന്നും വേണ്ട, ലേശം മതി. ഞാനിതാ മുരിങ്ങാച്ചപ്പ് ഒടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ചപ്പാത്തിക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നാക്കി എടുക്കാം. നന്നാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, ഓരോ ഇല ഇങ്ങനെ എടുത്ത് നന്നാക്കി എടുക്കാം. കുറച്ച് സമയം പിടിക്കും മുരിങ്ങാച്ചപ്പ് നന്നാക്കി എടുക്കണമെങ്കിൽ, പക്ഷെ നല്ല ടേസ്റ്റാണ് കറി. മുരിങ്ങാച്ചപ്പ് ഉപ്പേരി അതേപോലെ തന്നെ. നമുക്കിന്ന് മുരിങ്ങാച്ചപ്പ് കറിയാണ്. മുരിങ്ങാച്ചപ്പ് കറിക്ക് എന്തൊക്കെ വേണം? തക്കാളി, പച്ചമുളക്, പിന്നെ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി. അപ്പം നമുക്കിതെങ്ങനെ ആക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മുടെ മുരിങ്ങാച്ചപ്പ് കറിക്ക് വേണ്ടിയിട്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിനെന്തൊക്കെയാണ് വേണ്ടത്? തേങ്ങ, ചെറിയുള്ളി, പെരിഞ്ചീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതൊക്കെ കൂടി നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ മുരിങ്ങാച്ചപ്പ് വെക്കാൻ വേണ്ടി ഞാൻ ചട്ടിയുണ്ട് അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ചപ്പാത്തിക്ക് പെട്ടെന്ന് ആക്കാൻ പറ്റുന്നൊരു കറിയാണ്. ചപ്പാത്തി നമ്മൾ ഉറവിച്ച് തരുമ്പോഴൊക്കെ പെട്ടെന്നാക്കാം. പിന്നെ നമുക്ക് ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം വഴറ്റി കൊടുക്കുക. അത് കഴിഞ്ഞ് ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. നല്ലോണം വഴറ്റി കൊടുക്കാം. ഉള്ളിയും പച്ചമുളകും നല്ലോണം വഴറ്റിയിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ ചെറിയ ചട്ടിയിലാണ് വെക്കുന്നത്. നമുക്ക് കുറച്ച് കറി മതി, ചെറിയ ചട്ടിയിലാണ് വെക്കുന്നത്. രാത്രിയൊക്കെ ഉള്ള ചപ്പാത്തിക്ക് മാത്രമുള്ള കറിയൊക്കെ കുറച്ച് മതി. നല്ലോണം ഇത് വഴറ്റി കൊടുക്കാം. വഴറ്റിയിട്ട് നമുക്ക് മുരിങ്ങാച്ചപ്പ് ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം. ചപ്പിട്ട് കൊടുക്കാം. ഉപ്പേരിൻ്റെ അത്രയൊന്നും മുരിങ്ങാച്ചപ്പ് വേണ്ട, കുറച്ച് മതി. നമ്മുടെ പരിപ്പിലൊക്കെ ഇടുന്ന പോലെ തന്നെ കുറച്ച് മതി. എൻ്റെ ഉമ്മാൻ്റെ നാട്ടിലൊക്കെ ഒരു പെട്ടെന്ന് ഒറോട്ടിക്ക് ഇങ്ങനെ കറി വെക്കും. രാത്രി അവർക്ക് എപ്പോൾ നിർബന്ധ ഒറോട്ടി. നല്ലവണ്ണം വഴറ്റി കൊടുക്കാം. വഴറ്റി ലേശം ഉപ്പിട്ട് കൊടുക്കാം നമുക്കിതിൽ കേട്ടോ. ഉപ്പിട്ട് വഴറ്റി നമ്മൾ ചപ്പ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മൾ അരപ്പ് തേങ്ങയും മഞ്ഞളും ജീരകമൊക്കെ കൂടി അരച്ചത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്താ ഇത് ലേശം കൂടി വെള്ളം വേണം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ പച്ചക്കറി കുറുമയൊക്കെ ചപ്പാത്തിക്ക് ആക്കുന്ന ഇങ്ങനെ മുരിങ്ങാച്ചപ്പുണ്ട്. പെട്ടെന്ന് മുരിങ്ങാച്ചപ്പ് കറിയാക്കണ്ട. അപ്പോൾ ഇത് ഒന്ന് ഇതായാൽ മതി. നമ്മൾ മുരിങ്ങാച്ചപ്പ് വാട്ടി ഇതാക്കിയോണ്ട് കുറേ നേരം കിടന്ന് വേവണ്ട. നല്ല ടേസ്റ്റാണ്. ചോറിനും ഇതാക്കാം, ചപ്പാത്തിക്കൊക്കെ നല്ലതാണ്. ഇതിപ്പോൾ ചപ്പാത്തിക്കാണേ. നമുക്ക് തിളക്ക് നോക്കാം. കറി ഇതാ തിളക്ക് നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട്. ഇതേണ്ട മുരിങ്ങാച്ചപ്പ് നമ്മൾ വാട്ടിയോണ്ട് തിളക്കുമ്പോഴത്തേക്ക് തന്നെ
വേഗം വേഗം ചപ്പല്ലേ. അപ്പോൾ നല്ലതായിട്ട് നമ്മളെ ചപ്പാത്തിക്കും പത്തിരിനും ഒക്കെ നല്ലൊരു കറിയാണ്. അപ്പോൾ ഇത് ഓഫാക്കാം നമുക്ക്. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് രാത്രി ചപ്പാത്തിക്കുന്ന മുരിങ്ങാച്ചപ്പിൻ്റെ കറിയാണ്. നല്ല ടേസ്റ്റാണ്. നമ്മൾ പരിപ്പിലിട്ട് വെക്കുന്ന പോലെ തന്നെ വേറൊരു ടേസ്റ്റ്.